അപ്പൊ ഇന്നെന്താ നമ്മുടെ വീഡിയോ? എന്തോ മേക്കപ്പ് പ്രോഡക്ട്സ്. എന്താടാ ഇന്നത്തെ വീഡിയോ? സാധനങ്ങൾ, മേക്കപ്പ് സാധനങ്ങൾ. അപ്പൊ ഇവന്മാർക്ക് ഒരാഗ്രഹം എന്റെ മേക്കപ്പ് സാധനങ്ങൾ എന്ന് കാണാൻ. നമുക്ക് കാണിച്ചു കൊടുക്കാം, പാവങ്ങളല്ലേ. അപ്പൊ കണ്ടോ, ഇതാണ് എൻ്റെ മേക്കപ്പ് പ്രോഡക്ട്സ്. രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടോടാ? അതൊക്കെ പറഞ്ഞു തരാവേ. അപ്പം ഇങ്ങനെ ഇട്ടാൽ എല്ലാവർക്കും കാണാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമുക്ക് ഇതൊന്നും ഇങ്ങോട്ട് ഇടാം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. ഇതൊക്കെ ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന കുറച്ച് ലിപ് ലൈനറും കാര്യങ്ങളൊക്കെയാണ്. അതാ കുറേ ലിപ് ലൈനേഴ്സ് ഷെയ്ഡുകളുണ്ട്. അപ്പം ലിപ്സ്റ്റിക്കുണ്ട്. ഇതാ എല്ലാം കൂടി ഞാൻ ഒന്ന് തിറക്കി എടുത്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ഷെയ്ഡ്സാണ് എൻ്റെ ലിപ് ലൈനർ ഷെയ്ഡ്സ്. പല ഡ്രസ്സിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ പൊതുവേ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റാണ്. ഇതാകുമ്പോൾ എനിക്ക് നന്നായിട്ട് ചേരുന്നൊരു ഷെയ്ഡും കൂടിയാണ്. അതിനുശേഷം ഞാൻ ലിപ്സ്റ്റിക്ക് മിക്സ് ചെയ്തിടാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ചേരാത്ത കളറായതുകൊണ്ട് ഞാൻ ഇതെല്ലാം കൂടി ചിലപ്പോൾ മിക്സ് ചെയ്തൊക്കെ ഇടും. ഇത് ഞാനിപ്പോൾ കുറേ നാളായിട്ട് വാങ്ങിച്ചിട്ട്. ഇതും സൂപ്പറാണ് കേട്ടോ. ഇത് ഡാസ്ലറിൻ്റെയാണ്. എനിക്ക് ഈ ഡാസ്ലറിൻ്റെ ഇതിന് 80 രൂപയേ ഉള്ളൂ. ഡാസ്ലറിൻ്റെ ആണ്. ഇതിൻ്റെ പല ഷെയ്ഡുകളും എനിക്കുണ്ട് കേട്ടോ. അതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഇടയ്ക്ക് 2 കമ്മൽ വന്നു കേട്ടോ. ഇത് ഞാൻ കമ്മൽ വേറെയാണ് വെക്കുന്നത്, എന്നാലും ഇതിനിടയ്ക്ക് വന്നതാണ്. പിന്നെ ഇതെന്താണെന്നറിയാവോ? ഇതാണ് വാസലിൻ. ഇതിങ്ങനെ കയ്യിലൊക്കെ തൂക്കും, ചുണ്ടയിലൊക്കെ തൂക്കാൻ പറ്റുന്ന സംഭവമാണ്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ഞാൻ ആകെ യൂസ് ചെയ്യുന്നത് ലിപ് ലൈനർ, ലിപ്സ്റ്റിക്ക്, നമ്മുടെ ഐ ലൈനർ, അതുപോലത്തെ സംഭവങ്ങളൊക്കെയാണ്. ഇതാണ് ഡാസ്ലറിൻ്റെ ഐ ലൈനർ. എല്ലാവരുടെയും കയ്യിൽ പൊതുവേ ഈ ഒരു ഐ ലൈനറാണ് ഉണ്ടാവുക. എനിക്കും ഇത് തന്നെയാണ് ഇഷ്ടമേ. ഞാൻ വേറൊരു ഐ ലൈനർ യൂസ് ചെയ്യാറില്ല. ഇത് പിന്നെ ഞാൻ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേക്കപ്പ് സെറ്റ് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയതാണ്. അത് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല, വാട്ടർ പ്രൂഫാണ്. പിന്നെ ഈ ലിപ്സ്റ്റിക്ക് കണ്ടോ, ഇതെനിക്കിഷ്ടമല്ല കേട്ടോ. ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്യാറില്ല. ഞാൻ ശരിക്കും ഈ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ലിപ് ലൈനറും ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചാണ് കേട്ടോ. 4 എണ്ണമൊക്കെ ഒരുമിച്ച് വരത്തില്ലേ, കോംബോ ആയിട്ട്, അതാണ്. ഇത് പിന്നെ ഒരു ലിപ് ക്രയോണാണ്. ഈ ലിപ് ക്രയോണ് ഞാൻ മേടിച്ചു, പക്ഷേ എനിക്ക് ഈ കളർ അങ്ങോട്ട് സൂട്ടാവുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പം അധികം അങ്ങോട്ട് ഉപയോഗിക്കാറില്ല. ശരിക്കും ഞാൻ അത് ഉപയോഗിക്കാറേ ഇല്ല. അങ്ങനെ ഞാൻ ഉപയോഗിക്കാത്ത സാധനങ്ങളാണ് ഇവിടെ പകുതിയും ഇതിനകത്തുള്ളത്. പിന്നെ ഇത് കണ്ടോ, ഇതൊരു കൺമഷിയാണ്. നല്ലൊരു സംഭവമാണ് കേട്ടോ. എനിക്ക് നെറ്റിയിൽ തൊടാനായിട്ട് സിന്ദൂർ ഉപയോഗിക്കും, അതുപോലെ തന്നെ ശിങ്കാർ ഉപയോഗിക്കും. ഇപ്പോൾ ഈയിടെയായിട്ട് ശിങ്കാറാണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത് പിന്നെ ഞാൻ കുറച്ച് ബ്രഷുകളും കാര്യങ്ങളൊക്കെ ഇത് നമ്മുടെ പിരികത്തേൽ ഉപയോഗിക്കുന്നത്. ഇതെല്ലാം നമ്മൾ കോമ്പാക്ട് പൗഡറൊക്കെ ഇടുമ്പോൾ ഉപയോഗിക്കാനായിട്ടുള്ളതാണ്. ഇത് നമ്മുടെ മസ്കാരയാണെന്ന് തോന്നുന്നു, നോക്കട്ടെ. അതെ, ഇത് മസ്കാരയാണ്. അതും അങ്ങനെ ഉണ്ട്. അതൊക്കെ ഞാൻ അധികം അങ്ങനെ യൂസ് ചെയ്ത് ഇതൊന്ന് അടച്ചവിഞ്ഞ്. പിന്നെ ഇതാ എൻ്റെ മെയിൻ ഐറ്റംസ്. ഇതാണ് കൺസീലർ. അപ്പോൾ എൻ്റെ കളറിന് മാച്ചായിട്ടുള്ള കൺസീലറാണ് കേട്ടോ ഇത്. അപ്പോൾ അത് ഞാൻ 2-3 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ ബാലൻസ് ഉള്ളത് 2 എണ്ണമാണുള്ളത്. പിന്നെ ഇതും ഒരു കൺസീലർ തന്നെയാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. ഐബ്രോ പെൻസിലൊക്കെ ശരിക്കും എനിക്ക് തീരാറായി, ഇനി വാങ്ങണം. ഇത് കണ്ടോ, തീരാറായി. 2-3 എണ്ണം ഉണ്ടായിരുന്നു. അതൊക്കെ പല പല ബോക്സിനൊക്കെയാണ്. ഇപ്പോൾ ഇത് മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. ഇനി ഇതെന്തുവാന്ന് മനസ്സിലായടാ? പല്ലെടുക്കുന്ന ആറേ പല്ലെടുക്കുന്ന സാധനം. ഇത് നമ്മുടെ കാരയൊക്കെ ഇങ്ങനെ ഞെക്കി വിടുന്ന സാധനമാണ്. ഈ ഒരു ചീപ്പ് കണ്ട, ഈ ഒരു ചീപ്പാണ് എൻ്റെ ഫേവറേറ്റ്. ഇങ്ങനെ പല്ലകന്ന ചീപ്പാകുമ്പോൾ നമുക്ക് ഉടക്കൊക്കെ വേഗം വിട്ട് വരും. അതുകൊണ്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യാറ്. അപ്പം
ഒരു ലിപ് ബാം. ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ് ബാമാണ്, ഹിമാലയയുടെ ലിപ് ബാം. ഇതാണ് ഞാൻ ഓൾമോസ്റ്റ് യൂസ് ചെയ്യുന്നത്, ഈ ഒരു ലിപ് ബാമാണ്. ഇത്രയും സാധനങ്ങൾ മാത്രമല്ല, ഇത് നമുക്കൊന്ന് പെറുക്കി വെച്ചിട്ട് നമുക്ക് മറ്റേ ബോക്സ് കൂടെ നോക്കാതെ. ഹെൽപ്പ് ചെയ്യൂ. പെയ്യെ. ഓക്കെ, അപ്പോൾ അടുത്ത ബോക്സ് ഇതാണ്. ഇതിനകത്ത് ഞാൻ അറിയാതെ ഇത് കയറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം എൻ്റെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് വിത്ത് നെയിൽ പോളിഷ് ഉണ്ട്, അങ്ങനെ പല സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കാണാം. അതും നമുക്കൊന്ന് ഈ ബോക്സിനകത്തൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ്. മറ്റേ കൂട്ടത്തിൽ നിന്ന് കാണിക്കാത്തൊരു ലിപ്സ്റ്റിക്കാണിത്. ഈ ഷെയ്ഡ് കൊള്ളാം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇതാണ് മറ്റ് കുറച്ച് പ്രോഡക്റ്റ്സ്. ഇതെല്ലാം സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ആണ്. ഇത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഡോക്കിൻ്റെ 2% കോജിക് ആസിഡ് നൈറ്റ് ക്രീം. ഇത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ നൈറ്റിൽ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ ഒരു നൊസ്റ്റാൾജിയ സാധനമുണ്ട്, നമ്മുടെ എന്താണ് സെബോളിൻ. ഇത് പണ്ടൊക്കെ ഞങ്ങൾ കാലിലും കയ്യിലൊക്കെ തൂക്കും, പിന്നെ ചുണ്ടയിലൊക്കെ തൂക്കുന്നൊരു സംഭവമാണ്. അത് ഞാനൊരു നൊസ്റ്റാൾജിക്ക് വേണ്ടി നമ്മുടെ ബോക്സിനകത്ത് എപ്പോഴും വെച്ചിട്ടുണ്ടാവും. പിന്നെ നമുക്ക് വേറൊരു ലിപ് ബാം 10 രൂപയുള്ളൂ കേട്ടോ. ഉണ്ടോ നിൻ്റെ ഇല്ല? അവൻ്റെ ഉണ്ട്. പിന്നെ നമ്മുടെ ഡോക്കിൻ്റെ 10% നയാസിനമൈഡ് ഫേസ് സെറമാണ്. ഇതിപ്പോൾ എൻ്റെ എത്രാമത്തെ ബോട്ടിലാണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഈ ഒരു 3 ബോട്ടിൽ ഇവിടെ ഇരിപ്പുണ്ട്. അത് കൂടാതെ ഞാനിപ്പോൾ എത്ര ബോട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഇതെല്ലാം തീരാറായതാണ് കേട്ടോ. അത് നമ്മുടെ സിറമാണ്, മുഖത്ത് ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ടും പാടൊക്കെ പോകാനായിട്ടൊക്കെ ഉള്ള സിറമാണ്. ഇത് നിങ്ങൾ എന്തായാലും വാങ്ങിച്ച് യൂസ് ചെയ്യണം. ഭയങ്കര സൂപ്പർ പ്രോഡക്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഇത് യൂസ് ചെയ്യണം. പുതിയ ഒരെണ്ണം കൂടി ഇരിക്കുകയാണ്. ഇതെല്ലാം ഒന്ന് തീർന്നിട്ട് വേണം ഇവനെ കൂടെ ഒന്ന് തീർക്കാൻ. പിന്നെ പല്ലെടുക്കുന്ന സാധനത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ. പിന്നെ നമ്മുടെ ഇതൊരു സാമ്പിളാണ്. ഡോക്കിൻ്റെ തന്നെ 4% നയാസിനമൈഡ് വിത്ത് SPF 50 PA+++ വരുന്ന ഒരു സൺസ്ക്രീനാണ്. സൂപ്പറാണ്. ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ ഭാരമാണ്. ഒരു പർപ്പിൾ കളർ തന്നെയാണ് കേട്ടോ, ഒരു വയലറ്റ് ഷെയ്ഡാണ് ഇതിന് വരിക. അയ്യോ താഴെപ്പോയി. അതായിരുന്നു ഒരു സൂപ്പർ മണമാണ്. അപ്പോൾ ഇതൊക്കെ സൂപ്പർ പ്രോഡക്റ്റാണ്. ഞാൻ ഇതിൻ്റെ അല്ലാതെ വലുതും വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തീർന്നാണ്. ഇതൊരു സാധനം വാങ്ങിച്ചതിൻ്റെ കൂട്ടത്തിൽ ഫ്രീ കിട്ടിയതാണ്. ഇതൊന്ന് അടച്ചേ കുഞ്ഞേ. പിന്നെ നമുക്ക് നമ്മുടെ ഡോക്കിൻ്റെ തന്നെ 5% ഗ്ലൈക്കോളിക് ആസിഡ് അണ്ടർ ആം ട്രീറ്റ്മെൻറ്റിൻ്റെ സ്പ്രേ ആണ്. ഇതും ഒരു സാമ്പിളാണ്. ഞാനിതിൻ്റെ വലുതും വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ പ്രോഡക്റ്റാണ് കേട്ടോ. നമ്മുടെ അണ്ടർ ആംസിൻ്റെയൊക്കെ ഡാർക്ക്നെസ് ഒക്കെ പോയിട്ട് ഉള്ളൊരു സംഭവമാണ്, സ്പ്രേ ആണ്. പിന്നെ ഇതെൻ്റെ ഹെയർ സിറമാണ്. തീരാറായി കേട്ടോ. ഞാൻ എപ്പോഴും യൂസ് ചെയ്ത് ഇനി പുതിയ ഒരെണ്ണം വാങ്ങിക്കണം. ഹെയർ സിറമാണ്. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് മുടി ഇങ്ങനെ ഡ്രൈ ആക്കിയിട്ട് ഇത് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇതൊരു ഫൗണ്ടേഷനാണ്. എനിക്ക് ഈ ഫൗണ്ടേഷൻ ഇഷ്ടമേ അല്ല. പിന്നെ നമ്മുടെ മോയ്സ്ചറൈസർ പോൺസിൻ്റെ, ഇതെല്ലാവരും ഉപയോഗിക്കുന്നതാണല്ലോ അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അടിപൊളി ഐറ്റമാണ്. ഇതിന് എത്ര രൂപയാണ്? ഇതിന് 52 രൂപയാണ് കേട്ടോ. പിന്നെ നമ്മുടെ വേറൊരു ഐറ്റം ഡോക്കിൻ്റെ തന്നെ പ്രോഡക്റ്റ്സ് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ്. ഡോക്കിൻ്റെ 0.5% വിറ്റാമിൻ ഇ ക്ലെൻസിങ് ബാർ സോപ്പാണ് കേട്ടോ. സംഭവം നല്ലൊരു ഐറ്റം തന്നെയാണ്. നമുക്ക് സൂപ്പറാണ്. പിന്നെ ഞങ്ങളൊരു അത്തർ പ്രേമികളാണ്. അത്തറാണ് ഫുള്ള്. അല്ലാതെ സ്പ്രേ ഉണ്ട്, എന്നാലും അത്തർ ഞങ്ങൾ വാങ്ങിക്കും. അങ്ങനെ വാങ്ങിച്ചൊരു അത്തർ. പിന്നെ ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മുടെ സ്കിന്നിലെ ഹെയറൊക്കെ റിമൂവ് ചെയ്യുന്നൊരു ക്രീമാണ്. ഈ ക്രീം തേച്ചിട്ടൊരു 3 മിനിറ്റ് കഴിയുമ്പോൾ തുടച്ച് കളയുന്നുണ്ടെങ്കിൽ ഹെയർ വരെ റിമൂവ് ആയിട്ട് വരും കേട്ടോ. നല്ലൊരു റിസൾട്ട് കിട്ടിയൊരു സംഭവമാണ്. ഞങ്ങൾ നോക്കി ഇത് വർക്കിംഗ് ആണോ എന്ന്. നല്ല വർക്കിംഗ് ആണ്. പിന്നെ ഇതെന്തുവാന്ന് വെച്ചാൽ നമ്മുടെ നെയിൽ പോളിഷ് റിമൂവറാണ്. എന്തായാലും നെയിൽ പോളിഷ് റിമൂവർ കാണിച്ചില്ല. ഇനി നമുക്ക് കുറച്ച് നെയിൽ പോളിഷും കൂടെ ഞാൻ കാണിച്ചു തരാം. കുറച്ചേ ഉള്ളൂ. ഇപ്പം എൻ്റെ എല്ലാം തീർന്നു. കുറേ ഷെയ്ഡ്സ് ഉണ്ട്. എനിക്ക് ഓരോ ഡ്രസ്സിൻ്റെ കൂടെ ഇടാനും ഉള്ള സംഭവങ്ങളാണ്. എല്ലാം ഉണ്ട്. ഇതിനകത്ത് കണ്ടോ വേറൊരു അത്തർ കണ്ടോ, കുറേ ഉണ്ട് കണ്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ കേട്ടോ.
എടാ ആദി, ഇത്രയേ ഉള്ളൂ എൻ്റെ മേക്കപ്പ് പ്രോഡക്ട്സ്. കണ്ടോ? ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഓക്കെ.